ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ 3-4 വട്ടം എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ എഡിറ്റ് ചെയ്യും തോറും എനിക്ക് ഇടാനൊരു താല്പര്യക്കുറവ്. കാരണം ഞാൻ പറയുന്ന വോയിസും ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് എനിക്ക് ഭയങ്കര പൊരുത്തപ്പെടാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തിടാണ്. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് അംഗൻവാടിയിൽ നിന്ന് സെൻഡ് ഓഫ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾക്ക് നമ്മൾ 10ലും +2ലൊക്കെ പോകില്ലേ, അങ്ങനെ സെൻഡ് ഓഫ് കൊടുക്കുന്നതാണ്. അവരുടെ ആദ്യത്തെ സ്കൂൾ ജീവിതത്തിലോട്ട് കടക്കുന്ന ഒരു നിമിഷമാണ്. അങ്ങനെ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ സംസാരിക്കുകയാണ്. കുട്ടികളുടെ കാര്യങ്ങളും ടീച്ചറുടെ കാര്യങ്ങളും ഇവിടുത്തെ അംഗൻവാടിയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ സംസാരിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് കൗൺസിലറായ ശ്രീദേവി മാഡമാണ്. മാഡത്തിന് അന്ന് 5-6 അംഗൻവാടിയോളം ഉണ്ടായിരുന്നു ഉദ്ഘാടനം പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീദേവി മാഡം സംസാരിക്കുകയും പിന്നീട് ഓരോ കുട്ടികൾക്കും ഓരോ സമ്മാനദാനം ഉണ്ടായിരുന്നു. കാരണം സർട്ടിഫിക്കറ്റ് വിതരണം സമ്മാനദാനം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തലേ ദിവസം ഇവർക്ക് അംഗൻവാടിയിൽ വെച്ച് ഒരു ചെറിയ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. എഴുത്ത് പരീക്ഷയല്ല, ഈ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി ടീച്ചർ ഒരു പേപ്പറിൽ 4-5 ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു. കാരണം എത്ര പേർക്ക് അറിയാം എന്ന ഉള്ളൊരു ക്വസ്റ്റ്യൻ. മാക്സിമം എല്ലാവർക്കും 10ൽ 10 കിട്ടി, ജയിച്ചു. അത് അവരുടെ ആദ്യത്തെ പരീക്ഷയായിരുന്നു. കാരണം സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ആദ്യത്തെ പരീക്ഷ. എല്ലാവരും സൂപ്പറായിട്ട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. അതിനുശേഷമാണ് ഈ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നത്. അങ്ങനെ ശ്രീദേവി മാഡം സംസാരിക്കുന്നു. പക്ഷേ ഈ സംസാരമൊന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് വിളിയും ബഹളവും കളിയും ഒക്കെ നടക്കുന്നൊരു ഇതാണ്. കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല. ഈ സംസാരം പോലും കേൾക്കാൻ പറ്റില്ല. പിള്ളേരുടെ അടുത്ത് അടങ്ങിയിരിന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അവരിങ്ങനെ പാറിപ്പറന്ന് നടക്കും. അതാണ് അവരുടെ സ്വഭാവം. അതുകൊണ്ട് ഈ പരിപാടി എന്തെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഫുൾ ടൈം മോളെ തപ്പി നടക്കലാണ്. കണ്ണ് മാത്രം ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കും. അങ്ങനെ ശ്രീദേവി മാഡം സർട്ടിഫിക്കറ്റ് വിതരണത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് എണീച്ചു. ഓരോരുത്തരുടെ പേര് വിളിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് കാണുന്നത്. കുട്ടികളുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റാണ്. ജീവിതത്തിലെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ്. ഇതിൽ നിന്ന് അവർ വച്ചടി കയറ്റം ഉണ്ടാവട്ടെ. അടുത്ത സ്റ്റുഡൻറ്റിനെ വിളിക്കുന്നു. അടുത്ത സ്റ്റുഡൻ്റാണ് അവിടുത്തെ വൈകി വരുന്നൊരു കൊച്ച്. അതാണ് എൻ്റെ മകൾ. വിളിച്ചാൽ ഇവിടെ നിന്ന് നിൽക്കില്ല, ഏതെങ്കിലും മൂലയിൽ പോയി നിൽക്കും. അതാ കുറേ നേരം കൊണ്ട് വിളിക്കുന്നു. ഏതോ ഒരു മൂലയിൽ കയറി നിന്നിട്ട് ഇതാ വന്നു. ഇതാണ് ആള്. അങ്ങനെ സർട്ടിഫിക്കറ്റ് വിതരണം ഓരോരുത്തരായിട്ട് കൊടുത്ത് തീരുമ്പോൾ മുട്ടായി വിതരണം ഉണ്ടായിരുന്നു. മുട്ടായി ഇതുപോലെ തന്നെ അമ്മയ്ക്കും പേരൻസിനും കുട്ടികൾക്കും മുട്ടായി കൊടുത്താൽ പേരൻസ് തിന്നാതിരിക്കുമ്പോൾ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും പിള്ളേർ. അടിപൊളിയായിട്ട് എല്ലാവരും ഒരുങ്ങി വന്നു. ഞങ്ങളൊക്കെ നേരത്തെ 9:30 ആയപ്പോഴേ എത്തിയപ്പോൾ അവിടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ബലൂൺ വയ്ക്കാനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ചെറിയ സഹായം അത്രയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കൊടുത്ത് അങ്ങനെ ലാസ്റ്റത്തെ ആൾ വന്നു.
അത് കഴിഞ്ഞ് അവിടെ ഉള്ള കുട്ടികൾ, അവിടെ അംഗൻവാടി പഠിക്കുന്ന കുട്ടികളെ ടീച്ചർ സമ്മാനം കൊടുക്കുന്നതാണ് കാണുന്നത്. എല്ലാവരും ടീച്ചർ സമ്മാനം കൊടുത്തു, ആരും വിട്ടൊന്നും പോയിട്ടില്ല, എല്ലാവർക്കും കൊടുത്ത്, അവിടെ ഉള്ള എല്ലാവർക്കും കൊടുത്ത്. ടീച്ചർക്ക് ഈ LKG പോകുന്ന പിള്ളേരായാലും എല്ലാവരെയും ഒരുപോലെയാണ്. കാരണം പോകുമ്പോൾ നമുക്ക് വിഷമം കാരണം എല്ലാവരും നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പെട്ടെന്ന് മാറിപ്പോകുമ്പോൾ ഒരു ചെറിയ വിഷമം ടീച്ചർക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്നെ നോക്കി ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടാണ് മാഡം എന്നെ നോക്കിയിട്ട് ചിരിച്ചത്. ഇത് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മൂമ്മയാണ്. ആ സ്റ്റുഡൻറ്റ് വരാത്തത് കൊണ്ട് അമ്മൂമ്മയ്ക്ക് സർട്ടിഫിക്കറ്റും സമ്മാനദാനം നൽകിയ സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ. ഇനി അടുത്തത് മുട്ടായി വിതരണമാണ്. മുട്ടായി കണ്ടില്ലേ, മുട്ടായി വിതരണം. എനിക്കും കിട്ടിയ ഒരു മുട്ടായി. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സംസാരിക്കാൻ വാക്കുകളൊന്നും കിട്ടില്ല. എനിക്ക് പൊതുവേ വാക്കിന് ശൂന്യമാണ്. കാരണം എവിടെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം ഒന്നും പറയാൻ പറ്റില്ല. കാരണം വീഡിയോയിൽ ഉള്ളതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ ഒപ്പിക്കാം, എന്നാലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ. മുട്ടായി ദാനം കഴിഞ്ഞതിന് പിന്നെ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ ഈ സ്കൂൾ പ്രവേശനത്തിൻ്റെ ഒരു വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട്. അതുമായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.